നമസ്കാരം. ജ്യോതിഷപ്രകാരം ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ശനിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. പ്രധാനമായും ശനിയുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ അകലുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ജ്യേഷ്ഠമാസത്തിലെ അമാവാസി ദിനത്തിലാണ് ശനി ജയന്തി ആഘോഷിക്കുന്നത്. ശനി ജയന്തിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രത്യേകിച്ചും ശനി ദോഷമുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും. ഇന്നേ ദിവസം ശനിദേവനെ ഏതൊരു നക്ഷത്രക്കാരും ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ശനിദശയുണ്ട് എങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ ഏറ്റവും ശുഭകരമായ ദിവസം കൂടിയാണ് ശനി ജയന്തി. ഈ ദിനത്തിൽ ശനി അതിൻ്റെ ശുഭദൃഷ്ടിയിൽ ഫലങ്ങൾ നൽകുന്നതുമാണ്. ജീവിതത്തിൽ ഏറ്റവും മികച്ച സമയം കൂടിയാണ് കടന്ന് വരുന്നത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. മെയ് 27 ചൊവ്വ ശനി ജയന്തിയാണ് ആഘോഷിക്കുന്നത്. അതായത് മെയ് 27 ശനി ജയന്തി നാം ഏവരും ആഘോഷിക്കുന്നത്. ഈ ദിവസത്തിൽ ശനി ദോഷങ്ങൾക്ക് അവസാനം കുറിക്കുന്ന സമയം കൂടിയാണ് എന്നതിൽ സംശയം വേണ്ട. ഈ സമയം പ്രധാനമായും ചില ശുഭയോഗങ്ങൾ രൂപം കൊള്ളുന്നു എന്നതാണ് വാസ്തവം. ശുക്ലയോഗവും രൂപം കൊള്ളുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഈ യോഗങ്ങളുടെ സ്വാധീനത്താൽ ചില രാശിക്കാർക്ക് പ്രത്യേകിച്ചും ശനി ജയന്തി ദിവസത്തിൽ ഭഗവാൻ അനുഗ്രഹം ചൊരിയുന്നതാണ്. ശുഭയോഗം രൂപം കൊള്ളുന്നു എന്നതിനാൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ശനിയുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ പോലും ശനിദേവന്റെ കടാക്ഷത്താൽ ഒരു പരിധിവരെ ഒഴിയുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശനീശ്വരനെ വന്ദിക്കുക. ഓം ശനീശ്വരായ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, തിരുവാതിര, പുണർദം എന്നീ നാളുകാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ജയന്തി ദിവസത്തിൽ ഏറ്റവും ശുഭകരമായ അനുഭവങ്ങളാണ് ഭഗവാൻ നൽകുക. ധനപരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ധനം സമ്പാദിക്കുന്നതിന് അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല വിധത്തിലും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സാഹചര്യങ്ങൾ, ധനപരമായ തടസ്സങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ജീവിതത്തിലെ മികച്ചതായ സമയങ്ങളിലൂടെ കടന്നു പോകും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മികച്ചതായ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും ജീവിതത്തിൽ തിരിച്ചടികളോ വിഷമകരമായ സാഹചര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കണം. സന്തോഷകരമായ പല മാറ്റങ്ങളും സന്തോഷകരമായ പല നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയാകുന്നു. പ്രണയിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. സ്വത്ത് സംബന്ധമായ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. സന്തോഷകരമായി തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത്തരത്തിൽ കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. ധനപരമായ നേട്ടങ്ങൾ, പല കാര്യങ്ങളിലും നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നതായ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, കാര്യതടസ്സങ്ങൾ അകന്ന് കാര്യവിജയങ്ങളും ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഈ സമയം ശനിയുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിയും. ഈ സമയം ശനീശ്വരനെയും സാക്ഷാൽ മഹാദേവനെയും ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ജയന്തി മികച്ചതായ മാറ്റങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ നൽകുന്നു എന്നതാണ് വാസ്തവം. ഈ രാശിയിലുള്ളവർക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. ഭഗവാൻ അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകും എന്ന് തന്നെ പരാമർശിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് എങ്കിൽ
അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. വിവാഹ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിയും. ജീവിതത്തിൽ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിട്ടിരുന്നു എങ്കിൽ പോലും ഒരു പരിധിവരെ അത്തരം തടസ്സങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശനിയുടെ അനുഗ്രഹത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി കൂടുതൽ മികച്ചതായി തീരാം. ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ആരോഗ്യ കാര്യങ്ങൾ മികച്ചതായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നേരിടുന്നതായ ആശയക്കുഴപ്പങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും. ധനപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ചില വ്യക്തികൾ മൂലമുള്ള ദോഷകരമായ കാര്യങ്ങളെ പോലും തരണം ചെയ്യുവാൻ സാധിക്കും. കാര്യ തടസ്സങ്ങൾ അകലുകയും വാഹനം അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. തൊഴിൽ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരാം. തൊഴിൽപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. താൽക്കാലികമായ തൊഴിൽ ലഭിക്കാം. തൊഴിൽ മാറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഇത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാകുന്നു. ഈ സമയം പ്രധാനമായും ശനീശ്വരനെ ഭജിക്കേണ്ടത് അനിവാര്യമാണ്. കൂടാതെ സാക്ഷാൽ മഹാദേവനെ ഭജിക്കുന്നതും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഈ സമയം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതായ സമയമാകുന്നു. കരിയറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതായ പുരോഗതി നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനവും നേടിയെടുക്കുവാൻ സാധിക്കും. ശുഭയോഗത്തിന്റെ ഫലമായി നിങ്ങൾക്ക് സാമ്പത്തിക പരാധീനതകൾ പരിഹരിക്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. രാജയോഗവും ശുക്ലയോഗവും എല്ലാം ഒരുമിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. അതിനാൽ തന്നെ നേട്ടങ്ങൾ ഇരട്ടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അനുകൂലമായ തീരുമാനങ്ങൾ അഥവാ ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. അറിവ്, വിദ്യാഭ്യാസം, സമ്പത്ത് എന്നിവ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. നേരിടുന്നതായ പല പ്രശ്നങ്ങളുമുണ്ട്. പ്രധാനമായും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുകയും ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം കടന്നു വരാം. കൂടാതെ ഈ സമയം പ്രധാനമായും അനുകൂലമാക്കി തീർക്കുവാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും. പ്രധാനമായും നിങ്ങൾക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട ശത്രുത പോലും ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. തൊഴിൽ പ്രധാനമായും താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരും. കാര്യങ്ങൾ നിവർത്തിക്കാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ശനിയുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ദോഷകരമായ ഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ സാധിക്കും. ഈ സമയം ശനീശ്വരനെ ഭജിക്കുകയും അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. ശിവമന്ത്രങ്ങളും ശനി മന്ത്രങ്ങളും ശനീശ്വരന്റെ മന്ത്രങ്ങളും ഈ സമയം നിങ്ങൾ ഭജിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്.